അപ്പോൾ എല്ലാവർക്കും ഒരു നമസ്കാരം. നമ്മൾ ഇന്നലെ മൗണ്ടൻ ചർച്ച കണ്ട മേരിമാതയുടെ, അത് പുറത്തുനിന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്രഞ്ച് മാസ് കണ്ടാലോ, അതിനകത്ത് കയറിയിട്ട്. പുറത്തെ ഭംഗിയും പ്രശ്നങ്ങളൊക്കെ വേറെ, പക്ഷെ ഭക്തി വേറെ. ഒന്ന് കയറി കാണാം അല്ലേ? സായിപ്പ് പിച്ച് തണ്ടത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടോട്ടാ. മുടിക്കാണോ അതോ മുഖത്തിനാണോ എന്താ? അങ്ങനെ പള്ളിക്കകത്ത് കയറി പറ്റിയിട്ടാ. ഇതാണ് ഇവിടുത്തെ മനോഹരമായ പള്ളി, സേക്രഡ് ഹാർട്ട് ചർച്ച്. ഭാഷ ഏതായാലും അതിലിങ്ങനെ ഭക്തി നിറഞ്ഞതൊക്കെ ഉണ്ട്. ഇവരാണ് ഈ ശബ്ദം കൊടുത്തിരുന്നത്. കുന്നുകാരൻ്റെ കഷ്ടപ്പാട് ആലോചിച്ചിട്ട് സംശയിച്ചു നിന്നാ വരണമെന്ന്. വന്നില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായേനെ. ഈ പള്ളിയിലെ റിപ്ലിക്ക ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. താജ്മഹലിൻ്റെ ഒരു ഓർമ്മ വരുന്നു. ഈ സേക്രഡ് ഹാർട്ട് പ്രതിമ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സിൽവറാണ് ഇത്ര. ഇവിടെയാണ് പള്ളിയിലെ എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. ആൾട്ടർ ബോയ്സ് ഗേൾസൊക്കെയാണ് കാണണമെന്ന് തോന്നണം. കുറച്ച് നേരം നമുക്കൊന്ന് കാണാം. എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാക്കാൻ വെച്ചാൽ ഭാഷയില്ല. എന്തായാലും പുറത്ത് പോയിട്ട് ചോദിക്കാം. പലതരം കൊന്തകളുണ്ട് ഇവിടെ. $47-47 ഒക്കെ നല്ല പാവ പോലത്തെ പിള്ളേരവിടെ. എനിക്ക് തോന്നുന്നു ഈ കീ കൊടുത്ത തിരിയുന്ന ഭാവേനൊക്കെ ഉണ്ടാക്കിയിരുന്നത് ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെ ഈ പിള്ളേരെ കണ്ടിട്ടാണ്. എന്തായാലും നല്ല സുന്ദരമായ പള്ളി. റൗണ്ട് അടിച്ച് വരാം. ചുറ്റിനും ചെറിയ ചെറിയ ആൾക്കാരകളും കലാപരമായ പ്രതിമകളും അടക്കി പറക്കി വെച്ചിട്ടുണ്ട്.
എവിടെ നോക്കിയാലും മാർബിൾ മയം. അതിന് പള്ളിയിൽ കയറി കുറച്ച് നേരം ധ്യാനിച്ചിട്ട് പോകാനായിട്ട്. അങ്ങനെ പള്ളി കണ്ടിറങ്ങി, മനസ്സ് തൃപ്തിയായി. ഇന്നലെ വ്യവസായ കൊട്ടാരം കാണാൻ പോയി. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ നടന്നു പോയിട്ട് ഒരു ക്ഷീണം അറിഞ്ഞില്ല. മാട്ട് വാച്ച് നോക്കിയപ്പോൾ 10,000 കിലോമീറ്റർ 10,000 സ്റ്റെപ്പ് വെച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട്. 16,000 സ്റ്റെപ്പ് ഇന്നലെ വെച്ചു. ഇന്നിപ്പോൾ അത് കടത്തി വിട്ടു. കലോറി ആയിരക്കണക്കിന് അതും കത്തിയിട്ടുണ്ട്. എന്തായാലും ഉണ്ടല്ല, നന്നായിട്ട് ഫാറ്റുള്ള ഭക്ഷണം കഴിക്കണേ. അപ്പോൾ കലോറി കത്തി പോകുന്നത് നല്ലതല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറ് ഇറങ്ങിയപ്പോൾ തുടങ്ങിയിട്ട് കാലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഭക്ഷണമുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം നമ്മൾ വിചാരിച്ച പേര് കിട്ടില്ല, അതല്ലെങ്കിൽ കഴിക്കാൻ നേരമില്ല. എൻ്റെ പാരീസ്, നിൻ്റെ ഭംഗി പകർത്താൻ ഇനി ഒരു വരവ് വരേണ്ടി വരും. പാട്ടുകാരൻ പാട്ട് പാടിക്കൊണ്ടിരിക്കണം, പിന്നെയും കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കണം. പുള്ളിക്ക് നല്ല കോളാണ്. വെള്ളി ശനി ഞായറൊക്കെ പള്ളി പരിസരത്തും പള്ളിയിലൊക്കെ ഡ്രസ് കോഡ് വേണം. ഏതൊരച്ഛൻ ഘോരം പ്രസംഗിണ്ടായിരുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ഡ്രസ്സ് ഇട്ട് ആൾക്കാരോട് വന്നിട്ടുണ്ട്. പള്ളിയിൽ കയറുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. യാതൊരു വക പ്രശ്നങ്ങളില്ല. കോട്ടിട്ടവര്, ഷർട്ട് ഇട്ടവര്, അങ്ങനെ ട്രൗസർ ഇട്ടവരെ പള്ളിയിൽ പിള്ളേർ. അല്ലെങ്കിൽ തന്നെ ഒരു കടമ എന്നുള്ള നിലയ്ക്കാണ് ആൾക്കാർ പള്ളിയിൽ കയറുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കയറൽ കുറവാണ് ആൾക്കാർ. ഒന്ന് കണ്ട് കാഴ്ചകൾ കണ്ട് പോകാന്ന് പറഞ്ഞു. ഈ ഡ്രസ് കോഡും കളർ കോഡും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വരുന്നവരും വേണ്ടാന്ന് വയ്ക്കും. പിള്ളേരാണെങ്കിൽ ഒറ്റ എണ്ണം നാട്ടിൽ നിൽക്കണില്ല. ഈ ശല്യം കാരണം കൊണ്ടായിരിക്കും അല്ലേ. പാട്ടുകാരൻ പിന്നെയും കളിക്കണം. അപ്പോൾ നിർത്തട്ടെ, ഇനി പോയി മറ്റു കാര്യങ്ങളിൽ ഇടപെടണം. ജർമ്മനിക്കുള്ള വണ്ടി പിടിക്കണം. എന്താ പുള്ളി പിന്നെയും കൈയടി മേടിച്ചു, അതിനോട് പൈസയും.